प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമി ലേഖനം ആയിട്ടാണ്. വരുൺ ഗ്രോവറാണ് ഈ ഫിലിമി ലേഖനം എഴുതിയ ആള്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളെ പേജ് നമ്പർ 58 കൊടുത്തിട്ടുണ്ട്. वरुण ग्रोवर का जन्म 20 जनवरी 1980 को हिमाचल प्रदेश के सुंदर नगर में हुआ. വരുൺ ഗ്രോവർ ജനിച്ചത് 1980 ജനുവരി 26 തീയതി ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആപ് ലേഖക്, ഫിലിം ഗീത്കാർ और ഫിലിം നിർമ്മാതാ है. അദ്ദേഹം ഒരു ലേഖകനും സിനിമാ ഗാനങ്ങൾ രചിക്കുന്നയാളും അതുപോലെ സിനിമാ നിർമ്മാതാവും ആണ്. आपको सर्वश्रेष्ठ फिल्म गीतकार पुरस्कार, संवाद योजना के लिए फिल्म फेयर पुरस्कार, IIFA का सर्वश्रेष्ठ फिल्म गीतकार पुरस्कार आदि कई पुरस्कार प्राप्त हुए. അദ്ദേഹത്തിന് കുറേയധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2015 സർവശ്രേഷ്ഠ ഫിലിം ഗീത്കാർ പുരസ്കാർ എന്നത് ലഭിച്ചു. 2022 സംവാദ യോജന കെ ലിയെ ഫിലിം ഫെയർ പുരസ്കാർ അത് ലഭിച്ചു. 2016 IIFA का सर्वश्रेष्ठ फिल्म गीतकार पुरस्कार എന്ന അവാർഡും ലഭിച്ചു. പേപ്പർ ചോർ, ഭിക്ഷു, കരേജവ ആദി ആപ്കി പ്രകാശിത രചനായുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകാശനം ചെയ്തിട്ടുള്ള രചനകളുടെ പേരാണ് പേപ്പർ ചോർ, ഭിക്ഷു, കരേജവ മുതലായവ. നമുക്ക് അദ്ദേഹത്തിന്റെ ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമി ലേഖനത്തിലേക്ക് വരാം. സിദിസി കഹാനി, ഇത് ഒരു കഥ പോലെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ കഥയാണ്. സിദിസി കഹാനി എന്ന് പറഞ്ഞത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയാണ്. दूसरे विश्व के बाद का इटली है. गरीबी और उदासी धूप की तरह पूरे देश में छाई हुई है. रोम में रहने वाले अंतोनियो को नौकरी चाहिए, लेकिन नौकरी ऐसी मिली है जिसके लिए साइकिल होना जरूरी है. उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. काम के पहले ही दिन अंतोनियो की साइकिल चोरी हो जाती है. वह अपने 10 साल के बेटे ब्रूनो के साथ साइकिल खोजने निकलता है. पहले चोर बाजार, फिर शहर के बाकी बदनाम इलाकों में पिता और पुत्र हताशा और उम्मीद के बीच झूलते रहते हैं. अंतोनियो ने तो शायद दुनिया के बहुत दुख झेले हैं. ब्रूनो के लिए बिखरती मानवता का एक पहला अनुभव है. നമുക്ക് കഥയിലേക്ക് വരാം. സിദിസി കഹാനി ഹെ ഒരു ചെറിയ കഥയാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ദൂസര വിശ്വയുദ്ധത്തെ ബാധക ഇറ്റലി. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ് സ്ഥലം. 2ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് 1939 44 ഇടയിലാണ് സംഭവിച്ചത്. നമുക്കെല്ലാം അറിയാം. അതിനുശേഷമുള്ള ഇറ്റലിയെ കുറിച്ചാണ് പറയുന്നത്. ഗരീബി और उदासी धूप की तरह पूरे देश में छाई हुई है. ആ സമയത്ത് ദാരിദ്ര്യവും ദുഃഖവും വെയിൽ പോലെ രാജ്യം മുഴുവൻ വ്യാപിച്ചിരുന്നു. എന്താണ് ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും വെയിലിനോട് ഉപമിക്കാൻ കാരണം? വെയില് തുടക്കത്തിൽ വലിയ കാഠിന്യമില്ല അല്ലെ, പക്ഷെ സമയം ചെല്ലുന്തോറും വെയിലിന്റെ കാഠിന്യം കൂടിയാണ് വരുന്നത്. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരും അല്ലെ. എന്ന് പറഞ്ഞ പോലെയാണ് ദാരിദ്ര്യവും ഉദാസീനതയും അല്ലെങ്കിൽ ദുഃഖവും. യുദ്ധം കഴിഞ്ഞ തൊട്ട് പുറകെ അത് വളരെ തീവ്രമായി അനുഭവപ്പെട്ടില്ല. എന്നാൽ ദിവസം ചെല്ലുന്തോറും ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥ കൂടി വന്നുകൊണ്ടിരുന്നു. ഇതുകൊണ്ടാണ് ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും വെയിലിനോട് ഉപമിച്ചിരിക്കുന്നത്. റോമിൽ രഹനെ വാലെ അന്തോനിയോക്ക് നൗക്കരി ചാഹിയെ. റോമിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അന്തോനിയോ. അദ്ദേഹത്തിന് ഒരു ജോലി വേണം. ലേക്കിൻ നൗക്കരി ഐസി മിലിയെ ജിസ്കെ ലിയെ സൈക്കിൾ ഹോനാ ജരൂരി ഹെ. പക്ഷേ ആ ജോലി കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് സൈക്കിൾ നിർബന്ധമാണ്. उसकी पत्नी मारिया बेड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ മരിയ എന്ന് പറയുന്ന സ്ത്രീ വളരെ ബുദ്ധിമുട്ടി വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റുപെറുക്കി സൈക്കിളിന് വേണ്ടി പൈസ ശേഖരിക്കുകയാണ്. काम के पहले ही दिन अंतोनियो की സൈക്കിൾ चोरी हो जाती है. പക്ഷെ സംഭവിച്ചെന്താണ്? ജോലിക്ക് പോയ ആദ്യത്തെ ദിവസം തന്നെ പുതിയ സൈക്കിളാണല്ലേ,
അപ്പൊ അന്തോനിയോടെ സൈക്കിള് മോഷണം പോയി. മഹാപ്പനെ 10 साल के बेटे ബ്രൂണോ के साथ സൈക്കിൾ खोजने निकलता है. അദ്ദേഹത്തിന്റെ 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ബ്രൂണോയുടെ കൂടെ സൈക്കിൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ്. എവിടേക്കാണ് അന്വേഷിക്കുന്നത്? പകലെ ചോർ ബാസാർ. ആദ്യം ചോർ ബാസാർ എന്ന് പറയുന്ന സ്ഥലം. ചോർ ബാസാർ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ബാസാറുണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്. അതിനാണ് ചോർ ബാസാർ എന്ന് പറയുന്നത്. फिर शहर के बाकी बदनाम इलाकों में. പിന്നെ പട്ടണത്തിലെ ബാക്കി ചീത്തപ്പേരുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇവർ പോയി സൈക്കിൾ അന്വേഷിച്ചു. പിതാ और पुत्र हताशा और उम्मीद के बीच झूलते रहते हैं. അച്ഛനും മകനും ഇടയ്ക്കിടയ്ക്ക് നിരാശ, ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷ. ഇതൊരു ഊഞ്ഞാലാട്ടം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചില നിമിഷങ്ങളിൽ അവർക്ക് തോന്നും കിട്ടുമെന്ന്, പക്ഷെ പിന്നീട് തോന്നും കിട്ടില്ല എന്ന്. ഇങ്ങനെ നിരാശയും പ്രതീക്ഷയും അവർക്ക് മാറി മാറി വന്നുകൊണ്ടിരുന്നു. അന്തോനിയനത്തെ ശായദ് ദുനിയാക്കെ ബഹുത് ദുഃഖ ഛേലേ. അന്തോനിയ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ബ്രൂണോ കെലിയെ ബിഖർത്തി മാനവതാക്കെ പകല അനുഭവിച്ചു. എന്നാൽ ബ്രൂണോ എന്ന് പറയുന്ന 10 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തെ കുറിച്ച് അവനുണ്ടായ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത്. ബിഖർത്തി മാനവതാക്ക യഹു പഹല അനുഭവിച്ചു. പഹല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അനുഭവം. അവൻ കുട്ടിയാണല്ലേ, അപ്പൊ ആദ്യത്തെ അനുഭവമാണ് അവനിത്. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. सब जगह से हार कर अंत में अंतोनियो को सड़क के किनारे एक लावारी साइकिल दिखती है. उसे पता है कि चोरी बुरी चीज है, लेकिन उसकी ईमानदारी उसकी भूख से टकरा रही है. ഇങ്ങനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചവരും അടുത്തു. സബ് ജഗത്തെ ഹാർക്കർ, എല്ലായിടത്തും അന്വേഷിച്ച് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട് അന്തമേം അന്തോനിയോക്കോ സടക്ക് കിനാരയൊക്കെ ലാവാരി സൈക്കിൾ ദിഖത്തി ഹെ. അവസാനം അന്തോനിയോ വഴിയുടെ അരികിലായിട്ട് ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു സൈക്കിൾ കാണാം. ലാവാരി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനില്ലാത്ത ഒരു സൈക്കിള് കാണുകയാണ്. ഉപ്പെ പതാഹയ്ക്ക് ചോരി ബിടിച്ച് അദ്ദേഹത്തിന് അറിയാം മോഷണം എന്ന് പറയുന്നത് ചീത്തയായ കാര്യമാണെന്ന്. ലേക്കിൻ ഉസ്കി ഈമാൻദാരി ഉസ്കി ഫോക്കത്തെ തക്കര രഹിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശ്വസ്തത അദ്ദേഹത്തിന്റെ വിശപ്പുമായിട്ട് ഏറ്റുമുട്ടുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റുപെറുക്കി സൈക്കിൾ വാങ്ങിച്ച് ജോലിക്ക് വന്നത് അല്ലേ. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ സൈക്കിളും മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പഴയ സൈക്കിൾ കണ്ടപ്പോൾ അത് എടുക്കണമെന്നുള്ള ശക്തമായ ഒരു പ്രേരണ വരികയാണ്. വേണ്ട എന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന് അവസാനം അതിന് വഴങ്ങേണ്ടി വന്നു. കാരണം എന്താണ്? ഇമാൻദാരി വ്യക്തി ഫോക്കസായിട്ട് അക്കരെ രീതിയിൽ അവന്റെ വിശ്വസ്തതയും അവന്റെ വിശപ്പുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. അതിലവൻ വിശപ്പിന്റെ പക്ഷത്താണ് നിന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. अंतोनियो उस साइकिल को चुराने की कोशिश करता है, लेकिन पकड़ा जाता है. साइकिल का मालिक अंतोनियो की हालत देखकर उसे जाने देता है. अंतिम दृश्य में अंतोनियो और ब्रूनो भीड़ के साथ चल रहे हैं, टूटे हुए शर्मिंदा. साइकिल नहीं है, लेकिन दुनिया में अभी भी करुणा है, उम्मीद है. एक और मुश्किल दिन है जिसका सामना करने के लिए एक भीड़ है. अंतोनियो उस साइकिल को चुराने की कोशिश करता है. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ആ സൈക്കിള് മോഷ്ടിക്കാനായിട്ട് അന്തോനിയോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. ലേക്കിൻ പകട ജാത്താഹ്. പക്ഷെ അതിന് ഉടമസ്ഥനുണ്ടായിരുന്നു. ഉടമസ്ഥനില്ലെന്ന് വെറുതെ ധരിച്ചതായിരുന്നു. അന്തോനിയോ പിടിക്കപ്പെട്ടു. സൈക്കിൾക്കാ മാലിക് അന്തോനിയോക്ക് കാലത്തിലേക്ക് ജ്ഞാനദേത്താഹ്. ഏതായാലും ഒരു ഉപകാരം ഉണ്ടായി. അന്തോനിയോക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പോയില്ല. സൈക്കിളിന്റെ ഉടമസ്ഥൻ അന്തോനിയോയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ വെറുതെ വിട്ടു. അന്തിം ദൃശ്യമേ അന്തോനിയോ और ബ്രൂണോ भीड़ के साथ चल रहे हैं. സിനിമയുടെ അവസാന ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് അന്തോനിയോയും ബ്രൂണോയും കൂടെ ഒരാൾക്കൂട്ടത്തിന്റെ കൂടെ നടന്നു പോകുന്നതാണ്. എങ്ങനെയാണ് നടന്നു പോകുന്ന ദൃശ്യം? ടൂട്ടേ ഹുയേ ശർമിന്ദ. വളരെ നിരാശപ്പെട്ട് ഹൃദയം തകർന്ന ഒരവസ്ഥയിലാണ്. ടൂട്ടേ ഹുയേ എന്ന് പറഞ്ഞാൽ ഹൃദയം തകർന്ന അവസ്ഥയിൽ. ശർമിന്ദ ആകെപ്പാടെ നാണക്കേടുമായി അല്ലെ. മോഷ്ടാവ് എന്നുള്ളൊരു പേരും കൂടെ വന്നു. അങ്ങനെ ലഭിച്ച് ഹൃദയം തകർന്ന അവർ നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സൈക്കിൾ നഹിഹയിലേക്ക് ദുനിയാമേ അഭീഹി കരുണാഹെ. സൈക്കിൾ ഇല്ല, പക്ഷെ ലോകത്തിൽ ഇപ്പോഴും കരുണ ബാക്കിയുണ്ട്. എന്താ കാരണം? ആ ഉടമസ്ഥന് അന്തോനിയോയുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് അല്ലേ. അപ്പൊ സൈക്കിള് ഇല്ല എന്നുള്ള സത്യമാണ്, എങ്കിലും കരുണയുള്ളവർ ഇപ്പോഴും ലോകത്തിലുണ്ടെന്ന് അന്തോനിയോക്ക് തോന്നുവാണ്. ഉമ്മീദ് ഹെ ഏക് ഓർ മുഷ്കിൽ ദിൻ ഹെ ജിസ്കാ സാമന കർനെ നിഗിലിൽ ഏക് ഫീഡ് ഹെ. പക്ഷെ ലോകത്തിൽ ഇപ്പോഴും കരുണയുണ്ട്, പ്രതീക്ഷയ്ക്കും വകയുണ്ട്. കാരണം എന്താണ്? ഏക്കൂർ മുഷ്കിൽ ദിൻഹെ. ഇനിയും മുമ്പോട്ട് വരുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ദിവസം കൂടിയാണ്. എന്നും ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് രാജ്യം മുഴുവൻ അല്ലേ. കാരണം അവിടെ പട്ടിണിയും ദുഃഖവും മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത രണ്ടാമത്തെ ദിവസം കൂടെ വരുവാണ് അന്തോനിയോയെ മകനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ന് പറയുന്ന ദിവസം.
പക്ഷെ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഏക്കോർ മുസ്കിൽ ദിൻഹെ ജിസ്ക സാമ്ന കർണെ നിഗലി ഏക്ക് പീഡ്. പക്ഷെ ആ ബുദ്ധിമുട്ടേറിയ ദിവസത്തെ കടന്നു പോകാനായിട്ട് അന്തോനിയോയും മകനും മാത്രമല്ല ഒരു ജനക്കൂട്ടം തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്നാക്കറിനെ നിഗലിയേക്ക് ഫീഡ് ചെയ്യും, ഒരു വലിയ ജനക്കൂട്ടം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ അല്ലെങ്കിൽ അതുപോലെ രണ്ടാം ലോകമഹായുദ്ധം ബാധിച്ച രാജ്യങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ചോദ്യം ഇവിടെയുണ്ട്, മുഷ്കിൽ ദിൻ ഹെ ജിസ്ക സാമ്ന കർണെ കെ ലിയെ ഏക് ഫീഡ് ഹെ കാ ക്യാ താല്പര്യം ഹെ. ബുദ്ധിമുട്ടേറിയ ദിവസങ്ങൾ അത് തരണം ചെയ്യാനായിട്ട് ഒരു ജനക്കൂട്ടമുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന നമുക്ക് മാത്രമല്ല, ഇതുപോലെ ധാരാളം ആൾക്കാർ അതുപോലെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ബാക്കി एक सरल सी कहानी हमें कहाँ कहाँ ले जाती है। सही और गलत की परिभाषा, इतिहास का एक पाठ, युद्ध का असली चेहरा जो बारूद का धुआं चढ़ने के बाद दिखता है, और एक परिवार का महत्व. ഈ ചെറിയ കഥ, സരൽ സി കഹാനി, ചെറിയൊരു കഥയാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഫിലിമിന്റെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ആ കഥ നമ്മളെ എവിടം വരെ എല്ലാം കൊണ്ടുപോകുന്നു? एक सरल सी कहानी हमें कहाँ कहाँ तक ले जाती है. എവിടം വരെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു? സഹി അവർ ഗലത്തി പരിഭാഷ, ഇവിടെ ശരിയുടെയും തെറ്റിന്റെ നിർവചനം നമുക്ക് മനസ്സിലാവുന്നു അല്ലേ? ശരിയും തെറ്റും എന്ന് പറയുന്ന വിശപ്പിന്റെ മുമ്പിൽ തെറ്റ് പോലും ശരിയാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. വിശപ്പ് കാരണം കൊണ്ടാണ് മനസ്സില്ലാതെയാണെങ്കിലും അന്തോനിയോ ആ സൈക്കിൾ മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഒരുപക്ഷെ അന്തോനിയോയുടെ സൈക്കിൾ മോഷണം പോയതും വേറൊരു മനുഷ്യന്റെ വിശപ്പ് കാരണം കൊണ്ടായിരിക്കാം അല്ലേ? സഹി അവർ ഗലത്തി പരിഭാഷ, ഇതിഹാസ് കാ ഏക് പാഠ്, ഇത് ചരിത്രത്തിലെ ഒരു പാഠവും കൂടെയാണ്. എന്താണ് ആ പാഠം? യുദ്ധ കാ അസലി ചേഹര ജോ ബാറൂദ് കാ ധുആൻ ചढ़ने के बाद दिखता है. യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം കാണുന്നത് വെടിമരുന്നിന്റെ പുക ഒതുങ്ങിയതിന് ശേഷമാണ് അല്ലെ? വെടി അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ഭീകരത്വം ആൾക്കാർ അനുഭവിക്കുന്നില്ല. യുദ്ധത്തിന് ശേഷമാണ് അതിന്റെ യഥാർത്ഥ ഭീകരാവസ്ഥ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജോ ബാറൂദ് കാ ധുആൻ ചढ़ने के बाद दिखता है, വെടിമരുന്നിന്റെ പുക അടങ്ങിയതിനു ശേഷമാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം കാണപ്പെടുന്നത്. അവർക്ക് പരിവാർക്ക മഹത്വം, അതുപോലെ ഒരു കുടുംബത്തിന്റെ മഹത്വം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്? ഇവിടെ അന്തോണിയോയ്ക്ക് വേണ്ടി സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ആ സ്ത്രീയെ വളരെ കഷ്ടപ്പെട്ട് മിച്ചം പിടിച്ച് ഉണ്ടാക്കിയതാണ് പൈസ അല്ലേ? അപ്പൊ ആ സ്ത്രീ എത്രമാത്രം സഹനം ഏറ്റെടുത്തിട്ടാണ് അങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ സൈക്കിൾ നഷ്ടപ്പെട്ടപ്പോൾ അച്ഛന്റെ കൂടെ സൈക്കിൾ തരാനായിട്ട് ആ മകനും ഒത്തുചേരുകയാണ് അല്ലേ? ഇതാണ് അവിടെ ആ കുടുംബത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. फिल्म में जितनी हंसाने या मन बहलाने के लिए होती है, उतने ही दिल तोड़ने और रुलाने के लिए भी. फिल्में कहानी के जरिए वह कहती है जो हमें एहसास दिलाता है कि हम कितने कमजोर है, ताकतवर है, संवेदनशील है, होहड़ है, बदतमीज है, लेकिन सबसे जरूरी बात हम अकेले नहीं है. ഈ സിനിമയെ കുറിച്ച് പൊതുവായിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഫിൽമൻ ജിത്തനി ഹസാനെ യാ മൻ ബഹലാനെ കെ ലിയെ ഹോത്തി ഹെ. മിക്ക സിനിമകളും തന്നെ നമ്മളെ ചിരിപ്പിക്കാനും നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ സിനിമ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മറ്റൊരു തരം സിനിമയും കൂടെ ഉണ്ട്. ആ സിനിമ എന്തിനുള്ളതാണ്? ഉത്തനെ ഹി ദിൽ തോടിനെ അവർ രുലാനെ കെ ലിയെ ഭി. മനുഷ്യന്റെ മനസ്സിനെ, ഹൃദയത്തെ തകർക്കുന്നതും അല്ലെ വേദനിപ്പിക്കുന്നതും അതുപോലെ കരയിപ്പിക്കുന്നതുമായ സിനിമകളും ഉണ്ട്. ഫിൽമേം കഹാനിക്ക് ശരിയെ വഹു കകത്തിയെ, സിനിമകൾ കഥ വഴിയായിട്ട് ഇത് പറയുന്നു. എന്താണ് പറയുന്നത്? ജോ ഹമേം എഹസാസ് ദിലാത്താ ഹെ കി ഹം കിതനെ കംസോർ ഹെ. കഥ വഴിയായിട്ട് നമ്മളോട് സിനിമ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ തോന്നലുകൾ ഉണ്ടാക്കുന്നു. ഏത് തോന്നലുകളാണ്? ഹം കിതനെ കംസോർ ഹെ, താകത്വർ ഹെ, സംവേദനശീൽ ഹെ. നമ്മുടെ സ്വഭാവങ്ങളാണ്, മനുഷ്യരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം സിനിമ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സിനിമ നമ്മളോട് പറഞ്ഞു തരുന്നു. എന്തൊക്കെയാണ്? ഹം കിത്തനെ കംസോർ ഹെ, നമ്മൾ എത്ര ബലഹീനന്മാരാണ്. താകത്വർ ഹെ, ബലഹീനന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ശക്തി ഉള്ളവരുമാണ് അല്ലെ? അതുപോലെ സംവേദനശീൽ ഹെ, നമ്മൾ നല്ല സഹാനുഭൂതി ഉള്ളവരാണ്. പൂഹഡ് ഹെ, എന്നാൽ നമ്മളിൽ സംസ്കാരമില്ലാത്തവരും ഉണ്ട്. ബദത്മീജ് ഹെ, മര്യാദയില്ലാത്തവരും ആണ്. എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും സിനിമ വഴി നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നു. ലേക്കിൻ സബ്സെ ജരൂരി ബാത് ഹം അഖേലെ നഹീ ഹെ. പക്ഷെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹം അഖേലെ നഹീ ഹെ, നമ്മൾ ഒറ്റയ്ക്കല്ല.
दुनिया भर में दूर दूर के देशों में ऐसे देशों में जहाँ लोग भाषा भी हमारी नहीं बोलते, ऐसे लोग हैं जो हमारी जैसी खुशियों से खुश हो रहे हैं, हमारे जैसे दुखों से टूट रहे हैं. ഒരാശ്വാസം എന്താണ്? നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് മാത്രമേ ലോകത്തിൽ പ്രശ്നങ്ങളുള്ളൂ അല്ലെ. ഇപ്പോൾ ലേഖൻ പറയാണ് നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്, ഇതുപോലുള്ള സിനിമ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ദുനിയാ ഭർമേൻ ദൂർ ദൂർക്കെ ദേശമേൻ, ലോകം മുഴുവൻ ദൂരെ ദൂരെയുള്ള ദേശങ്ങളിൽ ഐസ ദേശമേൻ ജഹാം ലോകു ഭാഷാഭീ ഹമാരി നഹീം പോലത്തെ, നമ്മുടെ ഭാഷകളിൽ സംസാരിക്കാത്ത ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ദേശങ്ങളിലും ഐസ ലോക് ഹേ, നമ്മളെ പോലെയുള്ള ആൾക്കാരുണ്ട്. യോ ഹമാരി ജൈസി ഖുഷിയോം സെ ഖുശ് ഹോ രഹേ ഹേ, അവരും എങ്ങനെയാണ്? നമ്മളെ പോലെ തന്നെയാണ്. നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ പോലെ അവർക്കും സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്തോഷങ്ങളിൽ അവരും സന്തോഷിക്കാറുണ്ട്. ഹമാര ജൈസെ ദുഃഖം സെ ടൂട്ട് രഹേ ഹേ, നമുക്കുണ്ടാകുന്ന പോലെയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പോലെ അവരും തകർന്നു പോകാറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ എല്ലായിടത്തും ദുഃഖം അനുഭവിക്കുന്നവരും സുഖം അനുഭവിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുണ്ട്. അവിടെ നമ്മൾ മാത്രം ഒറ്റപ്പെട്ട സ്ഥിതിയിലല്ല എന്നാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ഫിൽമേ ഹമേം ഭാന്തത്തി ഹേ ഏക അദൃശ്യ ചാന്തി കി ഡോർ മേ, സിനിമയുടെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറയുകയാണ്. സിനിമ നമ്മളെ കെട്ടിയിടുന്നു. എങ്ങനെയാണ് കെട്ടിയിടുന്നത്? ഏക അദൃശ്യ ചാന്തി കി ഡോർ മേ, ഒരു വെള്ളി നൂല് കൊണ്ടാണ് നമ്മളെ കെട്ടിയിടുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരെയും ഒരു വെള്ളി നൂല് കൊണ്ടെന്നതുപോലെ സിനിമ ബന്ധിച്ചിട്ടിരിക്കുന്നു. और खड़ा कर देती है एक बहुत ऊंची छत पर, ചില സമയങ്ങളിൽ അത് നമ്മളെ ഒരു വലിയ ഉയരമുള്ള ഒരു തട്ടിൻപുറത്ത് കൊണ്ടുപോയി നമ്മളെ നിർത്തിയിരിക്കുന്നത് പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പം ഉയരങ്ങളിലേക്ക് എത്തുന്നത് പോലെയുള്ള ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. एक अदृश्य चांदी की डोर में और खड़ा कर देती है एक बहुत ऊंची छत पर, വളരെ ഉയരമുള്ള ഒരു ഗോപുരത്തിന് മുകളിലൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നലുണ്ടാകുന്നു. ഹൽക്കെ സെ ചോങ്കെ മേ ഉടനാ സീക്ക് ജാത്തേ ഹേ, അവിടെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ആ നേരിയ കാറ്റിൽ നമ്മൾ പറക്കാനായിട്ട് പഠിക്കുന്നു. ഹം കിസി നയി കരാരി പറങ്കി തരഹ്, എങ്ങനെയാണ് പറക്കാനായിട്ട് പഠിക്കുന്നത്? ഒരു പുതിയ നല്ല ദൃഢമായ ഒരു പട്ടം പോലെ പറക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നു. ലോകം മുഴുവനിലുള്ള മനുഷ്യരെ ഒരു നൂലിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ വികാരങ്ങളാണ് ലോകം മുഴുവനിലുള്ളവർക്ക് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് മിക്കവാറും മനസ്സിലാകുന്നത് സിനിമ എന്ന് പറയുന്ന മാധ്യമം വഴിയായിട്ടാണ്. അതുപോലെ സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷം അല്ലെ, ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം ലഭിക്കാറുണ്ട്. നമ്മൾ എല്ലാം മറന്ന്, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഉയരങ്ങളിലേക്ക് ഒരു പട്ടം പോലെ പാറി പറന്നു പോകാനായിട്ടും ഉള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് സിനിമ വഴിയായിട്ട് ലഭിക്കാറുണ്ട്. ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചോദ്യഭാഗങ്ങളിലേക്ക് വരുവാണ്. ഒന്നാമത്തെ ചോദ്യം, ഗരീബി ഓർ ഉദാസിക്ക് തുലന ധൂപ് സേ കി ഹേ ക്യോं, എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തെയും സുഖത്തെയും വെയിലിനോട് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. धूप की तरह गरीबी और उदासी लगातार अनुभव की जाने वाली, ठगा देने वाली और कभी कभी दर्दनाक होती है, इसलिए इन्हें धूप से तुलना की जाती है. എന്ന് പറഞ്ഞാൽ धूप की तरह गरीबी और उदासी लगातार अनुभव की जाने वाली എന്ന് പറഞ്ഞാൽ വെയിലിനെ പോലെ തന്നെയാണ് ദാരിദ്ര്യവും ദുഃഖവും. അത് അനുഭവങ്ങൾ നമുക്ക് തരുന്നു. അനുഭവിക്കി ജാനേവാലി എന്ന് പറഞ്ഞാൽ അനുഭവം വഴി അനുഭവിച്ചാണ് നമ്മളത് അറിയുന്നത്. ഠകാദേനെ വാലി, അതുപോലെ നമുക്ക് മടുപ്പ് തരുന്നു. കഭി കഭി ദർദനാക ഹോത്തിഹെ, ചിലപ്പോഴൊക്കെ അത് വേദനാജനകവുമാണ്. ഇതിനെ ധൂപത്തെ തുലനാക്കി ജാത്തിഹെ, അതുകൊണ്ടാണ് ഇവയെ വെയിലിനോട് ഉപമിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ബിഖർത്തി മാനവതാക്ക യാ താല്പര്യ, എന്താണ് ബിഖർത്തി മാനവത എന്ന് പറഞ്ഞാൽ അർത്ഥം? बिखरती मानवता से ताल्पर्य है कि फैली हुई या बिखरी हुई मानवता, यानी इंसानियत, करुणा, दया और नैतिक मूल्यों का हो जाना या कमजोर होना. यह इस स्थिति को दर्शाता है जहाँ लोग दूसरों के प्रति संवेदनशील नहीं रहते और समाज में मानवीय मूल्य कमजोर पड़ जाते हैं. അതായത് ബിഖർത്തി മാനവത എന്ന് പറഞ്ഞാൽ इंसानियत, करुणा, दया और नैतिक मूल्यों का खो जाना या कमजोर हो जाना. മനുഷ്യത്വം, കരുണ, ദയ ഇങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് തീർത്തും മോശമാകുന്ന ഒരവസ്ഥ. അതായത്
ഇവിടെ ഈ ഒരു സ്ഥിതിയാണ് ഇത് കാണിക്കുന്നത്. ആൾക്കാർ മറ്റുള്ളവരോട് യാതൊരു സഹാനുഭൂതിയും കാണിക്കുന്നില്ല. അതുപോലെ സമൂഹത്തിൽ മാനവീയ മൂല്യങ്ങളെല്ലാം ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു, അവ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് വികൃതി മാനവത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അപ്പനി ഈമാൻദാരി ഫോക്കസ് ടക്കരാനെ പർ ആപ് ക്യാ കരേംഗെ? നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ വിശപ്പുമായി ഏറ്റുമുട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടു അന്തോനിയുടെ വിശപ്പുമായി ഏറ്റുമുട്ടിയപ്പോൾ അന്തോനിയ പരാജയപ്പെട്ടു പോയല്ലേ. അവൻ സൈക്കിൾ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിയത്. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഉത്തരം തന്നിരിക്കുന്നത്. അഗർ ഫൂക്ക് ഓർ ഈമാൻദാരി ടക്കരായത്തോ ഹമേശ ഈമാൻദാരി ഇതിനായിരിക്കും. വിശപ്പും വിശ്വസ്തതയും ഏറ്റുമുട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അവർ ഫൂക്ക് മിട്ടാനേക്കിലെ സുരക്ഷിത് നൈതിക് രാസ്തേക്കോലെ. വിശപ്പ് മാറുന്നതിന് വേണ്ടി സുരക്ഷിതവും ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതുമായ മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത്, മുഷ്കിൽ ദിൻ ഹെ ജിസ്കാ സാമന കർനെ നികലി ഏക് ഫീഡ് ഹെ ഇസ്കാ ക്യാ താല്പര്യ ഹെ? ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളാണ്, അതിനെ നേരിടുന്നതിന് വേണ്ടി മുമ്പിൽ ഒരു ജനക്കൂട്ടമുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഒരു സമയത്തെ കാര്യമാണ് കഥാകാരൻ ഇവിടെ പറയുന്നത്. അതെ, അതുകൊണ്ടാണ് മുഷ്കിൽ ദിൻ ഹെ എന്ന് പറയാൻ കാരണം. ഇതിന്റെ ആശയം ഇതാണ്, കഠിൻ സമയക്ക സാമന കർനെ കെ ലിയെ ലോക് ഏകത്ര ഹോത്തെ ഹെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളെ നേരിടുന്നതിന് വേണ്ടി ജനം ഒന്നിച്ചു കൂടുന്നു. यानी जब जीवन में मुश्किलें आती है तब अकेले रहना मुश्किल होता है, इसलिए लोग सहायता साहस और समर्थन पाने के लिए समूह में जुड़ते हैं. അതായത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ നമ്മൾ പ്രശ്നം ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് ആൾക്കാര് സഹായത്തിന് വേണ്ടി, അതുപോലെ സാഹസത്തോടുകൂടി ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമൂഹമായിട്ട് കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വാക്യം ദർശാത്താ ഹെ കി സാത്ത് മിൽക്കർ മുഷ്കിലോങ്ക സാമന കർന ആസാൻ ഹോത്താ ഹെ. ഈ വാക്യം കാണിക്കുന്നത് ഒന്നിച്ചു ചേർന്നാൽ ബുദ്ധിമുട്ടുകളെ നേരിടുക എന്നുള്ളത് എളുപ്പമായി തീരും എന്നാണ്. അർത്ഥാത് മുഷ്കിൽ സമയം ലോക് ഏകജുട് ഹോക്കർ ഉസ്കാ സാമന കർത്തേ ഹെ. ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് അതിനെ നേരിടാറുണ്ട്. ഇതാണ് ഇതിന്റെ ആശയം. ഇനി അടുത്തത്, ഹം അക്കേലെ നഹി ഹെ ഇസ്കി പ്രാസംഗികത അപ്പർ വിചാർക്കരെ. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇതിന്റെ പ്രാസംഗികതയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഒരു സന്ദർഭത്തിലാണ് കഥാകാരനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞിരിക്കാൻ കാരണം? ജീവൻ കി കഠിനായുമേയും ഹമേശ മദത് മൗസൂദ് ഹോത്തി ഹെ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. കഠിനായുമേ ഹമേശ മദത് മൗസൂദ് ഹോത്തി ഹെ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സഹായം നമുക്ക് ഉണ്ടാകും. ഇതാണ് ആശയം. ഇത് നോക്കൂ, പ്രത്യേക വാക്യക്ക് രേഖാങ്കിത ശബ്ദങ്ങളുടെ സംബന്ധ പഹചാനെ അവർ വാക്യക്ക് പൂർത്തീകരെ. ഓരോ വാക്യത്തിന്റെയും അടിയിൽ വരേണ്ട പദവുമായിട്ടുള്ള ബന്ധം പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്തോനിയോ സൈക്കിൾ ചലാത്താ ഹേ. അന്തോനിയോ और ब्रूनो साइकिल ढूंढते हैं. അന്തോനിയോ की पत्नी मारिया घर के सामान बेचती है. ഇത് സാമാന്യ വർത്തമാനകാലത്തിലെ വാക്യങ്ങളാണ്. സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് സാമാന്യ വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. സാമാന്യ വർത്തമാനകാലത്തിലെ കർത്താവിനനുസരിച്ചാണ് ക്രിയ വരുന്നത്. കർത്താവ് എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനമായതുകൊണ്ടാണ് ഇവിടെ ചലാത്താഹേ. അതായത് കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ക്രിയാധാതുവിന്റെ കൂടി താഹേ അല്ലെങ്കിൽ തീഹേ ആണ് ചേർക്കുന്നത്. പുല്ലിംഗമാണെങ്കിൽ താഹേ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തീഹേ എന്നും സാമാന്യ വർത്തമാനകാലത്തിൽ ചേർക്കുന്നു. എന്നാൽ കർത്താവ് പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ ക്രിയാധാതുവിനോടുകൂടി തേ ഹൈം എന്നാണ് ചേർക്കുന്നത്. പുല്ലിംഗം ബഹുവചനത്തിൽ. സ്ത്രീലിംഗത്തിലാണെങ്കിൽ അത് തീ ഹൈം എന്ന് മാറും. ഇവിടെ അന്തോനിയോ എന്നുള്ളത് പുല്ലിംഗം ഏകവചനമായതുകൊണ്ടാണ് സൈക്കിൾ ചലാ താഹേ എന്ന് വന്നിരിക്കുന്നത്. അന്തോനിയോ ഓർ ബ്രൂണോ അവിടെ രണ്ടുപേരുണ്ട്, ബഹുവചനമായതുകൊണ്ടാണ് സൈക്കിൾ ടൂണ്ട് തേ ഹൈം എന്ന് വന്നിരിക്കുന്നത്. അന്തോനിയോക്ക് പത്നി മാരിയ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനമായതുകൊണ്ടാണ് ഘർക്കെ സാമാൻ ബേച്ച് ഹേ എന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് താഴത്തെ രണ്ട് എക്സർസൈസ് തിരിപ്പിക്കാനുണ്ട്. ബാലക് സൈക്കിൾ കോജിനെ നികൽന എന്നുള്ള ക്രിയയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാലക എന്ന് പറയുന്ന പുല്ലിംഗ ഏകവചനമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ബാലക് സൈക്കിൾ കോജിനെ നികൽ നായല്ല, ആ സ്ഥാനത്ത് നമ്മൾ താഹ എന്ന് ചേർക്കണം. ക്രിയാധാതുവിന്റെ കൂടെ താഹ എന്നാണ് ചേർക്കേണ്ടത്. ബാലക സൈക്കിൾ കോജിനെ നികൽ താഹേ. അതുപോലെ ബാലിക, അത് സ്ത്രീലിംഗ ഏകവചനമാണ് അല്ലേ. ബാലിക വരുമ്പോൾ എങ്ങനെ മാറും? ബാലിക സൈക്കിൾ കോജിനെ നികൽ
തീ ഹേ എന്ന് വരും. നികൽത്തി ഹേ. അപ്പം മുകളിൽ നികൽത്താഹെ എന്നും താഴെ നികൽത്തി ഹേ എന്നും വരും. ഇനി രണ്ടാമത്തെ ചോദ്യം. നമൂനയ്ക്ക് അനുസർ വാക്യം को जोड़ कर लिखे. ഉദാഹരണത്തിലേതുപോലെ വാക്യം ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉസേ പതാഹെ ചോരി ബുരി ചീസ് ഹെ. അദ്ദേഹത്തിന് അറിയാം മോഷണം മോശമായ കാര്യമാണെന്ന്. ഇത് രണ്ടുകൂടെ ചേർത്ത് ഉസേ പതാഹെ കി ചോരി ബുരി ചീസ് ഹെ ഒറ്റ വാക്യമാക്കിയിരിക്കുകയാണ്. കി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ദാറ്റാണ്, അതായത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് വാക്യങ്ങളെ ഒന്നാക്കി ചേർക്കുന്നതിനാണ് ഈ ഉപയോഗിക്കുന്നത്. രണ്ട് വാക്യങ്ങളുടെ ഫുൾ സ്റ്റോപ്പ് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഈ ചേർത്താൽ മതി. രണ്ടാമതൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഉന്നെ ഉമ്മീദ് ഹേ സൈക്കിൾ മിലേഗ. ഇവിടെ ആദ്യത്തെ വാക്യത്തിന്റെ ഫുൾ സ്റ്റോപ്പ് കളഞ്ഞിട്ട് നമ്മൾ ആ സ്ഥാനത്ത് കീ ചേർത്ത് എഴുതുന്നു. അതായത് ഉന്നെ ഉമ്മീദ് ഹേ കീ സൈക്കിൾ മിലേഗ. അവർക്ക് പ്രതീക്ഷയുണ്ട് സൈക്കിൾ ലഭിക്കും. ഇങ്ങനെയാണ് കീ ചേർത്ത് എഴുതുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത്. കിസി മൻപസന്ത് സിനിമാക്കി വിശേഷതാവുന്ന ഉല്ലേഖ കർത്തയിലേക്ക് ഫിലിമിലേക്ക് തയ്യാറക്കരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു സിനിമാ ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്. आपके स्कूल के वार्षिकोत्सव में बाइसिकल तीर्थ सिनेमा का प्रदर्शन होने वाला है. इसके लिए एक पोस्टर तैयार करें. നിങ്ങളുടെ സ്കൂളിലെ ഫിലിമോത്സവത്തിന് आपके स्कूल के फिल्मोत्सव में बाइसिकल तीर्थ सिनेमा का प्रदर्शन होने वाला है. इसके लिए एक पोस्टर तैयार करें. നിങ്ങളുടെ സ്കൂളിലെ ഒരു ഫിലിമോത്സവം നടക്കുകയാണ്. അവിടെ ബൈസിക്കിൾ ടൂർസ് എന്ന് പറയുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ പഠിച്ച ലേഖനത്തെ ആധാരമാക്കിയുള്ള സിനിമ. ഏത് ലേഖനമാണ്, ഏത് സിനിമയെ ആധാരമാക്കിയാണ് നമ്മൾ പഠിച്ച ലേഖനമുള്ളത്, ആ സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്കേലിയേക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ, അതിനൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായിട്ട് പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പോസ്റ്റർ വരുമ്പോൾ അത് നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത് ഫിലിമോത്സവമാണ് അല്ലേ. സ്കൂളിലെ ഫിലിമോത്സവമാണ്. അപ്പോൾ നമ്മളെ പ്രധാന ഹെഡിങ് ഫിലിമോത്സവം എന്നുള്ളത് വലുതാക്കി എഴുതുന്നു. പിന്നെ സ്ഥാൻ ആപ്കെ സ്കൂൾമേ എന്നാണ്. അപ്പം നമ്മുടെ സ്കൂളിന്റെ പേരാണ് താഴെ എഴുതേണ്ടത്. അതിനുശേഷം അവിടെ നടക്കുന്ന പ്രോഗ്രാം എന്തൊക്കെയാണ്? സിനിമാ പ്രദർശനമാണ് പ്രധാനമായും നടക്കുന്നത് അല്ലേ. അപ്പോൾ സിനിമാ പ്രദർശനം നടക്കുമ്പോൾ സിനിമയുടെ പേരും കൊടുക്കണ്ടേ? സിനിമാക്കാ നാം ബൈസിക്കിൾ തീർപ്പ്. പിന്നെ പോസ്റ്ററിന്റെ ഇതുപോലെ സബ്കോ സ്വാഗതം എന്നുള്ളത് ചേർക്കണം അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്ററിൽ വേണ്ടിയത്. നിങ്ങൾക്കായിട്ട് ഞാനത് തയ്യാറാക്കിയിട്ടുണ്ട്. बाइसिकल तीर्थ सिनेमा का प्रदर्शन के लिए एक प्रोमो वीडियो तैयार करें. ബൈസിക്കിൾ തീർത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോ വീഡിയോ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോ വീഡിയോ തയ്യാറാക്കുമ്പോൾ സിനിമയിലെ തന്നെ ദൃശ്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ഞാനത് തയ്യാറാക്കിയിട്ടുണ്ട്. അതേ കുട്ടികളെ, പാഠത്തിലെ ബൈസിക്കിൾ തീർത്ത് എന്നുള്ള പാഠവും അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും सीखे मिलकर नए नए रंग